നമസ്കാരം. ഇന്ന് ന്യൂസ് 18 കേരളത്തിൽ ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റും പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായ ശ്രീ പി.കെ. കൃഷ്ണദാസ് ചേരുന്നു. നമസ്കാരം ശ്രീ പി.കെ. കൃഷ്ണദാസ്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ചൂടിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ കേരളം മുഴുവൻ നോക്കുകയാണെങ്കിൽ ഇത്തവണ ബി.ജെ.പിക്ക് എന്തോ 30 സീറ്റുകളുടെ ഒരു പ്രതീക്ഷയാണ് ഉള്ളത് അല്ലെ? അത്രയും സീറ്റുകളിൽ ഒരു എഡ്ജ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊരു അമിത പ്രതീക്ഷയല്ലേ? അല്ല, ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ജനങ്ങൾക്ക് ഈ LDF UDFിനെയും മതിയായിരിക്കുന്നു, മടുത്തിരിക്കുന്നു. കാരണം ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതുവരെ മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർക്കെല്ലാം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് മാത്രമല്ല, ആ സമയത്ത് ഇതുവരെ കേരളത്തിലെ വോട്ടർമാർക്ക് ഒരു ധാരണയുണ്ടായിരുന്നത് BJPക്ക് വിജയസാധ്യതയില്ല, പിന്നെ എന്തിനു വോട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് LDF അല്ലെങ്കിൽ UDF ഇതായിരുന്നു. അങ്ങനെ തന്നെയല്ലേ? അടുത്തു, അതുകൊണ്ട് UDFനെ തിരഞ്ഞെടുക്കാം. അല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആ ചിത്രം മാറി. BJPക്ക് ജയസാധ്യതയുണ്ട് എന്ന് വന്നു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചു. ഇവിടെ തിരുവനന്തപുരത്ത് ചുണ്ടിനും കപ്പിനും ഇടയിലാണ് രാജീവ് ചന്ദ്രശേഖർജി പരാജയപ്പെട്ടത്. തൊട്ടടുത്ത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ വി മുരളീധരൻ പരാജയപ്പെട്ടത് നേരിയ വോട്ടിനാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തിലധികം വോട്ട് കിട്ടി. 20% വോട്ട് വന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. തുടർന്ന് ഇപ്പം നോക്കുന്ന സമയത്ത് ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെയും വോട്ടിൻ്റെ എണ്ണത്തിലും വ്യത്യാസം ഉണ്ടെങ്കിലും CPM ഒരു സീറ്റ്, BJPക്ക് ഒരു ലോക്സഭാ സീറ്റ്. ഇപ്പം ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നു. ഇപ്പം തിരുവനന്തപുരത്ത്, കേരളത്തിൽ തലസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു മേയർ, BJPയുടെ നേതാവ് ഒരു മേയറായിട്ട് മാറി. അപ്പോൾ BJPക്കും NDAക്കും വിജയസാധ്യതയുണ്ട് എന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. പക്ഷേ 2021 ആ ഒരു ചിത്രം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് അവസാനം അത് 0-ലേക്ക് പോകേണ്ടി വന്നു. 2021 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചാൽ, അതിന് പ്രത്യേകം ഒരു കൊറോണ കാലത്തിന് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പ്, അതിന് പല ഘടകങ്ങളുണ്ട്. അത് മാറ്റിവെച്ചാൽ നോക്കൂ, 24 നമ്മുടെ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള 2 തെരഞ്ഞെടുപ്പ്, ഒന്ന് പ്രാദേശിക തെരഞ്ഞെടുപ്പ്, മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ രണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് BJPക്കും NDAക്കും വിജയസാധ്യതയുണ്ട്. മാത്രമല്ല രാഷ്ട്രീയമായ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം 10 വർഷമായി തുടരുന്നു. മോദിജി ഭരണത്തിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം തന്നെ ജനങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ മോദിജിയുടെ ഭരണം എന്ന് പറയുമ്പോൾ, മോദി ഗവൺമെന്റിന്റെ ഭരണം അത് കേരളത്തിലും പ്രതിഫലിക്കുന്നു എന്ന് പറയുമ്പോൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായിട്ടാണ് BJP കേരളത്തിൽ ഒരു കോർപ്പറേഷൻ പിടിക്കുന്നത്. പക്ഷേ എന്നിട്ടും തൊട്ടടുത്ത ബജറ്റിൽ തിരുവനന്തപുരത്തിനായിട്ട് ഒന്നും മാറ്റിവെച്ചില്ല. ഇത് ഇങ്ങനെയൊക്കെ വരുന്നത് സംസ്ഥാന BJPക്ക് ക്ഷീണമാകുന്നില്ലേ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ? അല്ല, ബഡ്ജറ്റിൽ നമ്മുടെ സാധാരണ ഇന്നത്തെ BJPയുടെ ബഡ്ജറ്റിൽ കഴിഞ്ഞ എല്ലാ ബഡ്ജറ്റിലും നോക്കിയാൽ മതി, അങ്ങനെ ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് വേണ്ടി പ്രത്യേക പദ്ധതികൾ അങ്ങനെ സാധാരണ പ്രഖ്യാപിക്കുന്നത് അപൂർവമാണ്. അതേസമയം നോക്കൂ, ഇവിടെ കേരളത്തിന് 3 ഈ തീവണ്ടികൾ അനുവദിച്ചു. ഏതെങ്കിലും ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് കോർപ്പറേഷൻ പിടിച്ചു, പ്രധാനമന്ത്രി തന്നെ അത് അഭിനന്ദിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയോ ഒരു പ്രഖ്യാപനം നടത്തുകയോ ചെയ്താൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങൾക്ക് പോകുവാനൊരു നല്ല അവസരമാണ്. അത് സംസ്ഥാന BJP നേതാക്കളെ കുഴയ്ക്കുന്നില്ലേ യഥാർത്ഥത്തിൽ? ഇല്ല, കോർപ്പറേഷനിൽ മാത്രമല്ല, കേരളത്തിന് വേണ്ടി തന്നെ കേന്ദ്രം നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം അനുവദിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. നാളിതുവരെ കേരളത്തിൽ ലഭിക്കാത്ത പദ്ധതി വിഹിതവും പദ്ധതികളുമാണ് നരേന്ദ്രമോദി സർക്കാരിന് ഭരണത്തിന് കീഴിൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇനിയും കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് ഒരു BJPയുടെ MLA ഉണ്ടായില്ലെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുന്നതിനെ സ്വാധീനിക്കുകയില്ല അത്. കാരണം ഭരണത്തിലേക്ക് വരാൻ BJPക്ക് കഴിയില്ലല്ലോ. അല്ലല്ല, ഇപ്പം നമ്മുടെ കേരളത്തിൽ BJP ഭരണത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞങ്ങൾ ഭാരതത്തെ ഒന്നായി കാണുന്നൊരു പാർട്ടിയാണ്. ഇപ്പോൾ CPMനെ പോലെ കോൺഗ്രസിനെ പോലെയല്ല ഭാരതത്തെക്കുറിച്ച് ഞങ്ങളുടെ സങ്കല്പം. BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാലേ പദ്ധതി വിഹിതവും പദ്ധതികൾ ലഭിക്കൂ എന്നൊന്നും BJPയെ സംബന്ധിച്ചില്ല. മറിച്ച് ഇനിയും കേരളത്തിന് അനുകൂലമായ നിരവധി പദ്ധതികളും പദ്ധതി വിഹിതങ്ങളും വരാൻ വേണ്ടി പോകുന്നു എന്നതാണ് സത്യം. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു വാസ്തവത്തിലേക്ക് വരികയാണെങ്കിൽ ഈ 30 സീറ്റുകളുടെ കാര്യം മാറ്റിവെക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നേമം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, കഴക്കൂട്ടം,
ഇതിനപ്പുറത്തേക്ക് പാലക്കാട് മഞ്ചേശ്വരം ഇതിനപ്പുറത്തേക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് ശരിക്കും അമിത പ്രതീക്ഷയാണ്. ഈ മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇതും കഴിഞ്ഞ തവണയും പ്രതീക്ഷിച്ച മണ്ഡലങ്ങളാണ് 2021 പോലും. ഞാൻ ഒരു കാര്യം പറയാം, 29%-നും 45%-നും ഇടയിൽ വോട്ടുകളുള്ള ഏതാണ്ട് 45-നും 50-നും ഇടയിൽ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. സത്യത്തിൽ കേരളത്തിലെ ശക്തമായ ത്രികോണ മത്സരമാണെങ്കിൽ ഒരു 40%-ലധികം വോട്ട് ലഭിച്ചാൽ ജയിക്കും. അപ്പോൾ 29-ൽ 11% വോട്ടിൻ്റെ വർധനവ് വരാൻ അത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. ഇപ്പം 30,000-ലധികം വോട്ടുകൾ ലഭിച്ചിട്ടുള്ള ഏതാണ്ട് 38-40 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 30,000 വോട്ട് ഒരു 45,000-ലേക്ക് വന്നാൽ ഇപ്പം അതിനേക്കാൾ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം കാട്ടാക്കട മണ്ഡലത്തിൽ 48 ഉണ്ട്, കഴക്കൂട്ടത്ത് 47,000 ഉണ്ട്, നേമത്ത് അതിനേക്കാൾ നേമത്ത് അതുപോലത്തെ 48, ഈ 48, 49, 40, 45,000-ന് മുകളിൽ നിരവധി മണ്ഡലങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു 15% വോട്ട് അല്ലെങ്കിൽ 15,000 വോട്ട് ഇത് കൂടുതൽ ലഭിച്ചാൽ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വിജയിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റമല്ല ഈ തെരഞ്ഞെടുപ്പോട് കേരളത്തിലുണ്ടാകുന്നത്. ശ്രീ മഞ്ജുഷ് അങ്ങ് കേരളത്തിലെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഏത് ചലനങ്ങളെയും വളരെ സുസൂക്ഷ്മം നിരീക്ഷിക്കുന്നൊരു മാധ്യമ പ്രവർത്തകനാണ്. ഇക്കലോ കണ്ടോ, ഈ പരമ്പരാഗത മുന്നണികൾ ശിഥിലമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ആസന്നമായ. അതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നിലവിലുള്ള MLA-മാർ എല്ലായിടത്തും, അത് UDF ആണോ LDF ആണോ രണ്ടാണെങ്കിലും അവർ ജനകീയരാണ്. അത് രണ്ട് മുന്നണികളും പരസ്പരം സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ തന്നെ തോറ്റാലും ആ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അങ്ങനെ ആയിരുന്നില്ല. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു. അതിന് ഉദാഹരണമായിരുന്നു അമേഠിയിൽ ഉള്ള വിജയം വന്നത്, അല്ലെ അന്ന് സ്മൃതി ഇറാനിയുടെ വിജയം അങ്ങനെയുള്ളതായിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? പക്ഷേ അതിനൊരു വ്യത്യസ്തത വന്നത് താങ്കളാണ്. താങ്കൾ കാട്ടാക്കട എന്ന മണ്ഡലത്തിൽ തോറ്റിട്ടും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഘടകം തന്നെയാണ്. സ്ഥാനാർത്ഥി എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാണ്. അതിന് വിജയത്തിനും ഒരു ഘടകം സ്ഥാനാർത്ഥിയാണെന്ന കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നുമല്ല ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, ഈ കേരളം രാഷ്ട്രീയമായി രൂപം കൊണ്ടതിന് ശേഷം കേരളം അധോഗതിയിലെത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചെറുപ്പക്കാർ യുവാക്കന്മാർ ചിന്തിക്കാൻ നോക്കൂ, അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസനം, ഈ കഴിഞ്ഞ 10 വർഷമായി മോദിജിയുടെ ഭരണത്തിന് കീഴിൽ നടന്നിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും അതേപോലെ വികസന പ്രവർത്തനങ്ങളും അവർ കാണുന്നു. സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ BJP-ക്കുള്ള തടസ്സം എന്തായിരുന്നു? അല്ല, അതിലേക്ക് ഞാൻ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ? അല്ല, ഞാൻ പറഞ്ഞു, അത് ഞാൻ ഉത്തരത്തിൽ ഞാൻ വരാം. ഞാൻ പറഞ്ഞു വന്നത് കേവലം സ്ഥാനാർത്ഥികളെ മാത്രം നോക്കിയല്ല ഇത്തവണ വോട്ട് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ മാറ്റം ഇവിടെ ആവശ്യമാണ്. ഇന്ത്യയിൽ മുഴുവൻ തന്നെ ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ട രണ്ട് പ്രസ്ഥാനമാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും. അവർ കേരളത്തിൽ മാത്രമാണുള്ളത്. സ്ഥാനാർത്ഥികൾ ഓരോ തെരഞ്ഞെടുപ്പിലും മാറുന്നു എന്നുള്ളത് സ്വാഭാവികം. ഓടി നടന്ന് മത്സരിക്കുന്നു, അതാണ് പ്രശ്നം. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. നേരത്തെ BJP-യെ സംബന്ധിച്ച് വിജയസാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ നേരെ സൂചിപ്പിച്ചു. പക്ഷേ 2024 ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറി, BJP-യുടെ നിലപാടും മാറി. ഇനി നോക്കൂ മഞ്ജുഷ്, BJP-യുടെ ഈ പറയുന്ന പരാതികളൊക്കെ പരിഹരിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകളായിരിക്കും BJP-യുടെ ഭാഗത്ത്. താങ്കൾ കാട്ടാക്കടയിൽ എന്തായാലും മത്സരിക്കുകയാണ് അല്ലേ? ഞാൻ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് മത്സരിക്കാൻ പറയേണ്ടത്. ഇപ്പം BJP കാട്ടാക്കട മത്സരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ 100% അതനുസരിക്കാൻ തയ്യാറാകും. പാർട്ടി ആവശ്യപ്പെട്ടാൽ കാട്ടാക്കട മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ ഞാൻ മത്സരിക്കും. ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് കാട്ടാക്കടയിൽ വന്ന താങ്കൾ ഇപ്പോൾ 2011 തോന്നുന്നത് വന്നത്. അതിനുശേഷം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ട് കാട്ടാക്കട തിരഞ്ഞെടുത്തു? താങ്കൾക്ക് എന്തുകൊണ്ട് തോന്നിയില്ല 2011 ആ തോൽവിക്ക് ശേഷം അവിടെ നിന്ന് പോകണം, വടക്ക് തന്നെ മത്സരിക്കണം എന്നുള്ള കാര്യം? എനിക്ക് 2011 ഞാനന്ന് യാദൃശ്ചികമായിട്ടാണ് കാട്ടാക്കടയിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വന്നത്. BJP-ക്ക് ഒരു സ്വാധീനവും ഇല്ലായിരുന്നു. മാത്രമല്ല, ഞാൻ എൻ്റെ പ്രവർത്തന കേന്ദ്രം ഞാൻ നേരത്തെ തലശ്ശേരി കണ്ണൂർ ജില്ലയിലായിരുന്നു എൻ്റെ പ്രവർത്തന കേന്ദ്രം. ഞാൻ BJP യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ അധ്യാപക ജോലി അതിൽ നിന്ന് ദീർഘകാല അവധി എടുത്തിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് 1993 ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഞാൻ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാദൃശ്ചികമായിട്ട് കാട്ടാക്കടയിലെത്തി. പക്ഷേ കാട്ടാക്കടയിൽ എനിക്ക് 2011 മത്സരിച്ചപ്പോൾ 16,800 വോട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ മണ്ഡലത്തെയും മണ്ഡലത്തിലെ പ്രവർത്തകരെയും അവിടുത്തെ അനുഭാവികളെയും പൊതുവെ ജനങ്ങളെയും
എനിക്ക് സ്വാഭാവികം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രം ഈ കാട്ടാക്കടയാക്കി മാറ്റി. 2016 ഞാൻ മത്സരിച്ച സമയത്ത് എനിക്കത് 39,000 വോട്ടിൻ്റെ എണ്ണം ഉയർത്താൻ സാധിച്ചു. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചു. അതിൽ ചിലക്ക് 2021 കുറച്ചെന്നൊക്കെ കേരളത്തിലെ മൊത്തം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ ഒരു മാറ്റം, അതിൻ്റെ പ്രത്യേകത കൊണ്ട് കുറച്ച് വോട്ട് പിന്നോട്ട് പോയി. പക്ഷേ വീണ്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെയും LDFനെയും 2ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് BJP 1ാം സ്ഥാനത്തേക്ക് വന്നു. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2 പഞ്ചായത്ത് BJPക്ക് ഭരണം കിട്ടിയിട്ടുണ്ട്. 2 പഞ്ചായത്തിൽ BJP പ്രധാന പ്രതിപക്ഷമാണ്. മാത്രമല്ല 46 പഞ്ചായത്ത് മെമ്പർമാരെ വിജയിപ്പിക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ട്. 4 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വിജയിച്ചിട്ടുണ്ട്. 50 പേരെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചത്. 46 പേരെ വിജയിപ്പിക്കാൻ BJPക്ക് സാധിച്ചു. കോൺഗ്രസ്സിന് വിജയിപ്പിക്കാൻ സാധിച്ചത് 30 പേരെ. അപ്പോൾ ഒരു BJPയുടെ നിശബ്ദമായ മുന്നേറ്റം നടക്കുന്ന ഒരു മണ്ഡലമാണോ തിരുവനന്തപുരം ജില്ലയിലെ ഈ കാട്ടാക്കട എന്ന മണ്ഡലം? തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ BJPയെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകളുടെ എണ്ണവും വോട്ടിംഗ് ശതമാനവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ കാട്ടാക്കട ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാകുന്നില്ല. എപ്പോഴും BJPയുടെ പേരുമായിട്ട് ചേർത്ത് വായിക്കുന്നത് 1 നേമം, 2 വട്ടിയൂർക്കാവ്, 3 ഈ പറയുന്ന കഴക്കൂട്ടം, പിന്നെ പാലക്കാടും മഞ്ചേശ്വരവുമാണ്. കാട്ടാക്കട ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. ഇപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പം അടുത്ത 2011 ശേഷം 2011 ആകെ 10,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലമായിരുന്നു കാട്ടാക്കട. അതിന് ശേഷമാണ് പടിപടിയായിട്ട് ഉയർന്നു വന്നത്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 1ാം സ്ഥാനത്തേക്ക് വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ V മുരളീധരൻ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴാണ് ആറ്റിങ്ങലിലുള്ള ഈ കാട്ടാക്കട കൂടി ഉൾപ്പെട്ടതാണല്ലോ ആറ്റിങ്ങൽ മണ്ഡലം. അപ്പോൾ അന്നേരമാണ് ഈ 1ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ അത് V മുരളീധരൻ്റെ ഒരു പ്രവർത്തന ശൈലി കൊണ്ടും അദ്ദേഹത്തോടുള്ള താല്പര്യം കൊണ്ടുമാണോ, അതോ താങ്കൾ അവിടെ പ്രവർത്തിച്ച് അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയത് അതിലൊരു ഘടകമായിട്ടുണ്ടോ? V മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു ഘടകം തന്നെയാണ്. അദ്ദേഹവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞാനും 2011 ശേഷം അവിടെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ്റെയും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞാനും പ്രവർത്തിച്ചത്. സ്വാഭാവികമായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ മറ്റ് പല സാഹചര്യങ്ങളും അവിടെ BJP 1ാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഏത് സ്ഥാനാർത്ഥി BJP താമര ചിഹ്നത്തിൽ ഏത് സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്തിയാലും അവിടെ എൻ്റെ അഭിപ്രായത്തിൽ 100% വിജയിക്കും എന്ന കാര്യം സംശയം. താങ്കളല്ലാതെ മറ്റൊരാളെ കാട്ടാക്കടയ്ക്ക് വേണ്ടി പാർട്ടി കണ്ടെത്തുമെന്ന് താങ്കൾക്ക് തന്നെ തോന്നുന്നില്ലല്ലോ, അങ്ങനെ ഒരു ആശങ്കയേ ഇല്ലല്ലോ. അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാർട്ടിയാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത്. ഏതായാലും പാർട്ടി BJP ആരെ നിർത്തിയാലും സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇത്തവണ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തയ്യാറാകും, NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ MLA-മാരും ഒരുവിധം ജനകീയരാണ്. കാരണം അവർക്ക് പ്രവർത്തിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കിഫ്ബി പോലെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. ഫണ്ടിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായില്ല. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും കാട്ടാക്കടയിലും LDF സ്ഥാനാർത്ഥിക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള MLA-യെ കവച്ചു വെക്കുക എന്നുള്ളത്, മറികടക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ? ഈ പറയുന്ന മുന്നേറ്റം BJPക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും. അല്ല, കേരളത്തിൽ എന്തടിസ്ഥാനത്തിലാണ് എന്ത് പണം ഉപയോഗിച്ചാണ് വികസനം വരേണ്ടത്? ഇപ്പം പണ്ട് ബഹദൂർ ഒരു പാട്ടുപാടി നൃത്തം ചെയ്യുന്നതായിട്ട് ഓർക്കുന്നുണ്ടാവും. നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസ ഇല്ലാന്ന്. സത്യത്തിൽ അതല്ലേ കേരളം? അതല്ലേ ആശാ വർക്കർമാർക്ക് പ്രതിദിനം 100 രൂപ വർധനവ് കൊടുക്കാൻ സാധിക്കാത്തൊരു ഗവൺമെൻറ്റാണ്. താങ്കൾ എത്ര സീറ്റുകൾ BJPക്ക് ഇത്തവണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്? ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, വലിയ പ്രതീക്ഷ വയ്ക്കരുത്. ഇതുവരെ നിയമസഭയ്ക്ക് പുറത്ത് BJP ഒരു നിർണായകമായ രാഷ്ട്രീയ ശക്തിയായിരുന്നു. NDA നിർണായകമായ ഒരു രാഷ്ട്രീയ ശക്തിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി നിയമസഭക്കകത്ത് നിർണായകമായ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് BJP NDA മാറാൻ പോകുന്നു. എണ്ണം പറയാൻ പറ്റില്ല അല്ലേ? ഞാൻ പ്രവചിക്കുന്നില്ല. മറിച്ച് BJP അത്ഭുതകരമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തിന് BJP നേതൃത്വം കൊടുക്കും. നമ്മുടെ ദേശീയ തലത്തിൽ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഒന്നുകിൽ ഭരണപക്ഷമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷമാണ്. കോൺഗ്രസും CPM-ഉം ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും തുടച്ചു നീക്കപ്പെടുകയാണ്.
അത് കേരളത്തിലും സംഭവിക്കാൻ കേരളത്തിൽ സംഭവിക്കാത്തതിന് കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങൾ അവർ BJPയോട് അടുക്കാത്തതാണ്. ഇപ്പോൾ ഈ ക്രൈസ്തവ നയതന്ത്രത്തിന് താങ്കൾ അതൊരു ദേശീയ നേതാവ് കൂടിയാണല്ലോ, താങ്കളും ഇക്കാര്യത്തിൽ ഒരു ഭാഗഭാക്കാവുന്നയാളാണല്ലോ ചർച്ചകളിലുമൊക്കെ. പക്ഷേ ഇപ്പോഴും ക്രൈസ്തവർ BJPക്ക് വോട്ട് ചെയ്യാൻ, വോട്ട് കുത്താൻ മടിക്കുന്നു എന്നുള്ള കാര്യം താങ്കൾക്കും അറിയാമല്ലോ. ഇപ്പോൾ നേരത്തെ ന്യൂനപക്ഷങ്ങളിലെ ഒരു BJPയോടുള്ള വിയോജിപ്പ്, വിരോധം, അകലം ഒക്കെ പാലിച്ചിരുന്നവർ. പക്ഷേ ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ധാരാളം മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ, തൃശ്ശൂരിൽ 2024 നമ്മുടെ ശ്രീ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മിടുക്കല്ലേ അതിനകത്ത്? അല്ല, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നാണ് പല ക്രൈസ്തവ ബിഷപ്പുമാരും അങ്ങനെ പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കേരളത്തിൻ്റെ അഭിമാനമാണ്, നമ്മുടെ ഒരു അഭിമാനമാണ് സുരേഷ് ഗോപി. സ്വാഭാവികമായിട്ടും ഒരു കലാകാരൻ എന്ന നിലയിൽ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ BJPക്ക് ആണ് വോട്ട് കൊടുക്കുന്നത്. BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവിടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം താമരയിൽ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു വന്ന് സിറോ മലബാർ സഭ അധ്യക്ഷനെ കാണുകയുണ്ടായി. എന്ത് ഉറപ്പാണ് നൽകാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന് സഭകൾക്ക്? അത് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ തൃശ്ശൂരിൽ ക്രൈസ്തവ സമൂഹം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ 26ഓളം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുണ്ട്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ പ്രചരിപ്പിച്ചെന്താ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, മുസ്ലിങ്ങൾക്ക് തീരെയും രക്ഷയില്ല. പക്ഷേ മുസ്ലിം സമൂഹം പറയുന്നു, അത് മുസ്ലിം മതവിഭാഗത്തിൻ്റെ മുസ്ലിം സമൂഹം ആരാധിക്കുന്ന മതപണ്ഡിതൻ പറയുന്നു, ഈ ഭാരതം മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ അടുത്ത് നിൽക്കുന്ന ആളുകൾ അതിന് നൽകിയ വിശദീകരണം ഇന്ത്യയുടെ പേര് വിദേശ രാജ്യങ്ങളിൽ മോശമാകാതിരിക്കാൻ വേണ്ടി കാന്തപുരം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്നേ ഉള്ളൂ. പക്ഷേ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. എന്താണ് ഈ കാന്തപുരവുമായി ചേർന്നുള്ള ആ ഒരു നയതന്ത്രം? അതിൽ സംസ്ഥാനത്തെ BJPക്ക് പങ്കുണ്ടോ? അല്ല, അതിൽ കാന്തപുരം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അദ്ദേഹം ഒരു യാത്ര, ഞാൻ മനസ്സിലാക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ യാത്ര നടത്തി വാർത്താ സമ്മേളനത്തിൽ കണ്ട പ്രസ്താവനയെ തുടർന്ന് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം ഒരു യാത്ര നടത്തിയിരുന്നു. അപ്പോൾ വിവിധ ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ, അതേപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പ്രചരിപ്പിച്ചതും അടിസ്ഥാനരഹിതമായ കള്ളപ്രചരണമായിരുന്നു എന്ന് ഈ കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവനയുടെ നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രയാസമില്ല. മുസ്ലിം സമൂഹത്തിലും സ്വാഭാവികമായിട്ടും ഇപ്പം പെട്ടെന്ന് വന്നില്ലെങ്കിലും സ്വാഭാവികമായി മാറ്റം ആ സമൂഹത്തിലുണ്ടാകും. കാരണം ഞങ്ങളെല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ചില ആക്രമണങ്ങൾ, അവരുടെ പ്രസ്താവനകൾ, ഇതെല്ലാം സംസ്ഥാന BJPക്ക്, കേരളത്തിലെ BJPയെയാണ് ഏറ്റവും കുഴപ്പിക്കുന്നത്. കാരണം ഇവിടെയാണ് ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ളത്, ക്രൈസ്തവരും മുസ്ലിം ജനവിഭാഗവും. അത് സംസ്ഥാന BJPക്ക് മറികടക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയല്ലേ? അതെങ്ങനെ മറികടക്കും? അതിനെപ്പറ്റി ഒരു ചിന്ത പോയാൽ പോലും അവിടെ അന്നേരം അടുത്ത പ്രശ്നം തുടങ്ങും വടക്കേ ഇന്ത്യയിൽ. അല്ലേ, വടക്കേ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ നടക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾക്കോ ഒന്നും യാതൊരു പങ്കുമില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന വിവിധ മോർച്ചകളുണ്ട്. ആ മോർച്ചകളൊക്കെ ഒന്നും ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. ചില സംഘടനകൾ, അവിടെ എത്രയോ സംഘടനകൾ, ഹിന്ദുവിൻ്റെ പേരിൽ ഒരുപാട് സംഘടനകളുണ്ട്, അവരൊക്കെയാണ് ഇത്തരം അക്രമങ്ങളും ചില സ്ഥലങ്ങളിൽ കാണിക്കുന്നത്. അതുതന്നെ അസത്യവും അർദ്ധസത്യവുമായിട്ടാണ് കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങളും അതേപോലെ മാർക്സിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളും ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് ഈ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയ അടി നടന്നു, ഏതെങ്കിലും സ്ഥലത്ത് ചില പ്രയാസങ്ങൾ നടന്നു, അതൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ ആസൂത്രിതമായിട്ട് CPMും കോൺഗ്രസും ശ്രമിക്കുന്നു, ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോൾ LDF സർക്കാരിനെതിരെ ശക്തമായ ഒരു
ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം വരുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് യു ഡി എഫിനാണ്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ പോലും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണം യു ഡി എഫിന് കിട്ടുന്നതാണ് കാണുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറെ കഷ്ടപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടിയത് ആർക്കാണ്? യു ഡി എഫിനാണ്. സമാനമായ സാഹചര്യമല്ലേ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വിശ്വാസികളുടെ കാര്യത്തിൽ BJP സമരം ചെയ്താൽ പോലും അതിൻ്റെ ഗുണവും യു ഡി എഫിന് കിട്ടും. ഇത് പഴയ കഥയാണ്. അതായത് സ്വാഭാവികമായിട്ട് പറഞ്ഞത് ശരിയാണ്. അതായത് എൽ ഡി എഫിനോട് വിരോധം വരുന്ന സമയത്ത് യു ഡി എഫിന് വോട്ട് ചെയ്യുക, യു ഡി എഫിനോട് വിരോധം തോന്നുന്ന സമയത്ത് LDFന് വോട്ട് ചെയ്യുക. ഇത് കേരളത്തിൽ പരമ്പരാഗതമായി നടക്കുന്നതാണ്. ഇപ്പം ജനങ്ങൾ BJPയെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2024 എത്തുമ്പോഴേക്കും BJPയെ വിജയിപ്പിക്കാൻ തയ്യാറായി ലോക്സഭയിലേക്ക്. ഇപ്പോൾ CPMനും BJPക്കും ഒരു എം പിയാണ് ഉള്ളത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വന്നു നോക്കൂ, തിരുവനന്തപുരത്ത് ഈ LDFനെതിരായിട്ടുള്ള ശക്തമായ വികാരം ആർക്കനുകൂലമായി? BJPക്ക് അനുകൂലമായി. മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും എവിടെയാണോ BJPക്ക് സ്വാധീനമുള്ളത് ആ സ്ഥലത്തൊക്കെ മാർക്സിസ്റ്റ് വിരുദ്ധ വികാരം BJPക്കാണ് അനുകൂലമായി മാറിയത്. പക്ഷേ വളരും തോറും BJPക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാകുന്നുണ്ട്. ആഭ്യന്തരമായിട്ട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും ജയിക്കാവുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ജയത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അത് ഇത്തവണയും അങ്ങനെ തന്നെയില്ലേ? പക്ഷങ്ങൾ BJPക്ക് ഒരു പ്രശ്നമാണ് സംസ്ഥാന BJPക്ക് ഒരു പക്ഷവുമില്ല. ഒരു കാര്യം ശ്രീ മഞ്ജുഷ് മനസ്സിലാക്കേണ്ടത്, LDF CPMും കോൺഗ്രസും അല്ല BJP ഒരു ആദർശാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ എത്രയോ കുറെ കാലം കൃഷ്ണദാസ് പക്ഷം എന്നൊരു പക്ഷം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു പ്രചരണം മാത്രമാണത്. BJPക്കകത്ത് ഒരു പക്ഷമില്ല. BJPക്ക് ഒരു പക്ഷമുണ്ട്, അത് BJP പക്ഷ, നരേന്ദ്രമോദി പക്ഷ. അതിനപ്പുറത്ത് ഒരു പക്ഷവുമില്ല. ഇതൊരു ആദർശാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ്. നിരവധി ബലിദാനികൾ ജീവൻ നൽകിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അങ്ങനെ വളർന്നു വന്നതാണ്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ദിവസേന മുൻ MLAമാർ, 3 തവണ ജയിച്ചവർ, 2 തവണ ജയിച്ചവർ ഒക്കെ BJPയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുക. കോൺഗ്രസിൽ സാധാരണ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ സംഭവ വികാസമുണ്ട്. ഇപ്പം ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നൊരു സത്യം. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട്, LDFനെതിരായിട്ട്, പിണറായി സർക്കാരിനെതിരായിട്ട് അതിശക്തമായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് അതിൻ്റെ മുഴുവൻ ഗുണം സ്വാഭാവികം കിട്ടേണ്ടത് UDFനായിരുന്നു. പക്ഷേ ഇപ്പോഴ് LDFൽ നിന്ന് മാത്രമല്ല BJP ആൾ രാജിവെച്ചു വരുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ട്, മുഖ്യ പ്രതിപക്ഷത്തിനെതിരായ വികാരമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കൊട്ടാരക്കരയിൽ മുൻ UDFൻ്റെ സ്ഥാനാർത്ഥി BJPയോടൊപ്പം രാജിവെച്ചു വന്നു. വൈക്കത്തെ മുൻ MLA CPയുടെ നേതാവാണ്. പക്ഷേ ഞാൻ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും എതിരായിട്ടുള്ള വികാരം മാത്രമല്ല, അവരിൽ നിന്ന് മാത്രമല്ല BJPയിലേക്ക് രാജിവെച്ച് വരുന്നത് ജനകീയ നേതാക്കന്മാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ. അപ്പോൾ ഭരണവിരുദ്ധ വികാരവും ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ പ്രതിപക്ഷ വിരുദ്ധ വികാരവും, മുഖ്യ പ്രതിപക്ഷത്തിനെതിരായ വികാരവും. പക്ഷെ അത് എങ്ങനെയാണ് BJP ഇവർ തേടുന്നത്? ഈ കേന്ദ്ര ഭരണമുണ്ട്, സ്വാധീനം ഉപയോഗിക്കാൻ പറ്റും, പിന്നെ പണം വേണമെങ്കിൽ ഇഷ്ടം പോലെ നൽകാൻ പറ്റും. അതാണോ അതുകൊണ്ടാണോ വരുന്നത് നേതാക്കൾ? BJPയിലേക്ക് വന്നത് എന്താ പണം? അതൊന്നുമില്ല. അത് നമ്മുടെ ഈ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തെ നമ്മൾ ചെറുതായി കാണുന്നതുകൊണ്ടാണ്. അതെന്ന് പറയുമ്പോൾ ഈ BJP കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് ഇനി ഏക ബദൽ, അതായത് ഈ ജനവിരുദ്ധ മുന്നണികൾക്കെതിരായിട്ട് ഇനിയും വരാനുണ്ടോ? അല്ല, ജനവിരുദ്ധ മുന്നണികൾക്കെതിരായിട്ട് ജനകീയ ബദലായിട്ട് ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ BJP NDA മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഒഴുക്കാണ് ഇത് ഞാൻ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ച ശരി, ഇനിയും ഇതൊരു തുടക്കം മാത്രമേ. ഇപ്പം കുറേ മുൻ MLAമാർ വന്നത്, മുൻ ചെയർപേഴ്സൺമാർ വന്നത്, KPCC ജനറൽ സെക്രട്ടറി വന്നത്, ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി മാർക്സിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരും അനുയായികളും അനുഭാവികളൊക്കെ തന്നെ BJPയിലേക്കും NDAയിലേക്കും ഒഴുകിയെത്തുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ പറ്റും. ഇത് നേരത്തെ VD സതീശൻ പറഞ്ഞതാണ് വിസ്മയം സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഒരു വിസ്മയവും സംഭവിച്ചില്ല. വിസ്മയം ആരംഭിച്ചത് VD സതീശൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പറവൂരിൽ നിന്നാണ്. ആ പറവൂരിൽ നിന്ന് ആരംഭിച്ച വിസ്മയം ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിസ്മയം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിസ്മയം ഉണ്ടാകും. അത് കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു വിസ്മയത്തിനും കൂടെ BJP കാത്തിരിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ എല്ലാ സാധ്യതകളെയും ഞങ്ങൾ പരിശോധിക്കും. ഇത്തവണ ഞങ്ങൾ വിജയിക്കാനും ഭരിക്കാനും വേണ്ടിയിട്ടാണ് മത്സരരംഗത്തിറങ്ങുന്നത്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ടാണ്. സുധാകരൻ ഞങ്ങളെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. ഞങ്ങളെ പ്രത്യയശാസ്ത്രത്തെയും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെയും അംഗീകരിക്കുന്ന ആരെയും
ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. അല്ല, ജി സുധാകരൻ അങ്ങനെ മോദിയുടെയും അതുപോലെ തന്നെ BJP-യുടെയും പ്രത്യയശാസ്ത്രത്തെ താല്പര്യത്തോടെ കാണുന്ന ഒരാളായിരിക്കാൻ ഇടയില്ല. അല്ല, അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ജി സുധാകരനോട് ഞങ്ങൾക്ക് ആദരവുണ്ട്. അദ്ദേഹം അഴിമതിയുടെ കറപുരളാത്തൊരു നേതാവാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തക നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ മോദിജി BJP-യുടെ പ്രത്യയശാസ്ത്രത്തോട് അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ടോ, അല്ലെ അതിനെ അനുകൂലിക്കുന്നുണ്ടോ, മോദിജിയുടെ നേതൃത്വത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ, അദ്ദേഹമാണ് അത് നിലപാട് വ്യക്തമാക്കേണ്ടത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന് എന്ത് നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അദ്ദേഹം BJP-യിലേക്ക് വരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കും. പാർട്ടി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. CPM-മായി ഇനി ജി സുധാകരൻ അടുക്കുമോ എന്ന കാര്യം സംശയമാണ്. അത് BJP വിലയിരുത്തുന്നുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഓരോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ഓരോ ചലനത്തെ ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിനകത്തെയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നേരത്തെ കോൺഗ്രസിനെ കുറിച്ചാണ് നമ്മൾ കുടുംബാധിപത്യ പാർട്ടി എന്നൊക്കെ പറഞ്ഞത്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയും ആ വഴിക്ക് തന്നെയാണ്. താങ്കൾ കണ്ണൂരിൽ ഇപ്പോൾ CPM-ന്റെ ആ ഒരു അക്രമ രാഷ്ട്രീയത്തിനെതിരെ പടവെട്ടി മുന്നേറി വന്ന ഒരാളാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് പോലും താങ്കൾക്ക് ഈ പാർട്ടിയിൽ ഇത്രമാത്രം സഹിച്ചു നിന്ന ഒരാൾ എന്ന നിലയിൽ, ഇത്രയും വർഷങ്ങൾ സഹിച്ചു നിന്നയാൾ എന്ന രീതിയിൽ വ്യക്തിപരമായി പോലും താങ്കൾക്ക് നഷ്ടമുണ്ടായിട്ടില്ലേ? നഷ്ടം എന്നുള്ളത് ഉണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ ഒരു അധ്യാപകനായിരുന്നു. ജോലിയില്ല അപ്പോൾ? ഇപ്പം ഇല്ല, ഞാൻ ദീർഘകാല അവധി എടുത്തു. പിന്നീട് ഞാൻ അധ്യാപക ജോലി രാജിവെച്ചു. പക്ഷെ ഒരു കാര്യമാണ്, ഞാനതൊരു നഷ്ടമായിട്ട് ഞാൻ അത് കാണുന്നില്ല. കാരണം എൻ്റെ കണ്ണൂർ ജില്ലയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എത്രയോ സഹപ്രവർത്തകർ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട ജീവനോടും വലിപ്പമില്ല എൻ്റെ ശമ്പളവും എൻ്റെ പെൻഷനും. അതിനേക്കാൾ വലുത് എൻ്റെ ആദർശം. പക്ഷേ അതിനൊത്ത് പാർട്ടിയിൽ താങ്കൾക്കൊരു ഉയർച്ച വന്നിട്ടുണ്ടോ? പക്ഷേ പാർട്ടിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നയാളാണ് താങ്കൾ അല്ലേ? പാർട്ടിക്ക് നിസ്സാര വോട്ടുകൾ കിട്ടുന്ന സമയം, ആ സമയത്ത് പാർട്ടിയെ നയിച്ചത് താങ്കളാണ്. പക്ഷേ പിന്നീടും താങ്കൾക്ക്, ഇപ്പോൾ താങ്കളുടെ താഴെ ഉണ്ടായിരുന്ന നേതാക്കൾ പോലും വലിയ സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്. പാർട്ടി എന്നെ സംബന്ധിച്ച് എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ സ്ഥാനമാനങ്ങൾക്കല്ല പ്രത്യേകത. ഇപ്പം എന്തെങ്കിലും സ്ഥാനം കിട്ടും എന്ന് കരുതിയിട്ടല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായത്. നമ്മളൊക്കെ കുഞ്ഞുനാളിൽ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അതുവഴി ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ച, BJP-യുടെ ഭാഗമായത് ഒരു ആദർശത്തിൻ്റെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ആ പ്രേരണയുടെ ഭാഗമായിട്ടാണ് ഈ ജോലിയൊക്കെ ഉപേക്ഷിക്കാനൊക്കെ തയ്യാറായത്. പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരം വന്ന സ്ഥിതിക്ക് ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളായി വരുന്നവർക്ക് ഇഷ്ടം പോലെ ചിലവാക്കാൻ പണം കിട്ടുമെന്നുള്ള പൊതുവായ ഒരു വിലയിരുത്തലുണ്ട്. കാരണം കോൺഗ്രസിനേക്കാളും CPM-നേക്കാളും LDF-നേക്കാളും UDF-നേക്കാളും കൂടുതൽ പണം ഇറക്കി ചിലവാക്കുന്നത് BJP-യാണ്. ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അത് ശരിയുമാണല്ലോ. പണത്തിന് ഇപ്പോൾ ദൗർലഭ്യമില്ല പ്രചാരണത്തിന്. ഉണ്ട്, സ്വാഭാവികമായി. ഞങ്ങളെ പ്രവർത്തന ശൈലി അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമാണ്. ഞങ്ങൾ പ്രചരണം നടത്തുന്നുണ്ട്, ഞങ്ങളെല്ലാ പ്രവർത്തനവും നടത്തുന്നുണ്ട്. പക്ഷേ ഈ പണത്തിൻ്റെ ഒഴുക്ക് ഞങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അല്ല, കാടിളക്കിയുള്ള അപ്പം പ്രചാരണം ഞങ്ങൾ നടത്തുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ജനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ പണം ജനങ്ങൾ നൽകാൻ തയ്യാറാണ് ഇപ്പോൾ. പണ്ട് കാലത്ത് BJP-ക്ക് പണം തരാൻ ആളുകൾ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പം BJP-ക്ക് ആവശ്യമായ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രചരണത്തിന് ആവശ്യമായ ഫണ്ട് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാട്ടാക്കടയിൽ ഒരു BJP MLA ഉണ്ടാകും അല്ലേ? തീർച്ചയായും 100%. ഏതായാലും ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരാളം താമരകൾ വിരിയാൻ വേണ്ടി പോവുകയാണ്. ഈ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിരിയാൻ വേണ്ടി പോകുന്ന അനേകം താമരകളിൽ ഒരു താമര കാട്ടാക്കടയിലെ താമരയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, താങ്കളുടെ പ്രതീക്ഷ ഫലവത്തായിട്ട്. നന്ദി. നമസ്കാരം.